എറണാകുളത്തെ ചന്ദർകുഞ്ചി ഫ്ളാറ്റ് പൊളിക്കലുമായി ബന്ധപ്പെട്ട് താമസക്കാർ പങ്കുവച്ച ആശങ്കകൾ പരിഗണിക്കുമെന്ന് ജില്ലാ കളക്ടർ NSK ഉമേഷ്. എല്ലാ ആഴ്ചകളിലും പ്രത്യേക സമിതി യോഗം ചേരും. BC ടവറുകൾ പൊളിക്കുന്നത് A ടവറിന്റെ സുരക്ഷയെ ബാധിക്കില്ല. പക്ഷേ പൊളിക്കുന്ന A ടവറിലെ താമസക്കാരെ ഒഴിപ്പിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് അധ്യക്ഷനായ സമിതിയാണ് ചന്ദർകുഞ്ച് ഫ്ളാറ്റ് സന്ദർശിച്ച് പരിശോധന നടത്തിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീം, ചന്ദർകുഞ്ച് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, PWD ബിൽഡിംഗ് വിഭാഗം, സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്നിവരുൾപ്പെടെ സ്ഥലത്ത് എത്തിയിരുന്നു. ഫ്ളാറ്റിലെ താമസക്കാരുടെ ആശങ്കകൾ പരിഗണിക്കുമെന്ന് സന്ദർശന ശേഷം എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. പ്ലേസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ആശങ്കകൾ. ബിക്കോസ് ഇവരെല്ലാം പറയുന്നത് എവാക്യുവേഷനിൽ കുറച്ചുകൂടി വ്യക്തത വരണം എന്നാണ് അവർ പറയുന്നത്. സോ എവാക്യുവേഷൻ കാര്യങ്ങൾ കറക്റ്റ് ഡിസിഷൻ എടുത്തിട്ട് മീൻവെൽ പാരലലി നമുക്ക് ഈ ഡെമോളിഷൻ മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ മിസ്റ്റർ സ്ട്രക്ചറൽ എഞ്ചിനീയർ, എക്സ്പീരിയൻസ് സ്ട്രക്ചറൽ എഞ്ചിനീയർ അനിൽ ജോസഫ് ഉണ്ട്. വിൽ ഹാവ് എ ക്ലാരിറ്റി അബൌട്ട് ദി എവാക്യുവേഷൻ ആൻഡ് വിൽ ഗോ ഹെഡ്. ഇതാണ് ഇന്ന് നമ്മൾ ഫുൾ കമ്മിറ്റി ഇവിടെ ഉണ്ട്. ആൻഡ് ഇതാണ് ഞങ്ങൾ ഇന്ന് ചെയ്ത ഈ സൈറ്റ് വിസിറ്റിയുടെ ഒരു വിലയിരുത്തൽ. മരടിലെ ഫ്ളാറ്റുകൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിച്ച മാതൃകയിൽ തന്നെ അപകടാവസ്ഥയിലുള്ള ചന്ദർകുഞ്ച് ഫ്ളാറ്റും പൊളിക്കാനാണ് ആലോചിക്കുന്നത്. പൊളിക്കൽ നടപടികൾ സംബന്ധിച്ച് 2 ആഴ്ചയ്ക്കകം യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. BC ടവറുകൾ പൊളിക്കുമ്പോൾ തൊട്ടടുത്തുള്ള A ടവറിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നും സമിതി തുടർ ദിവസങ്ങളിലും പരിശോധിക്കും. A ടവറിൽ ഇപ്പോൾ നമുക്ക് ആ സമയത്ത് ഡെമോളിഷൻ ടൈമിൽ എവാക്യുവേഷൻ വേണ്ടി വരുന്നതായിരിക്കും. ബാക്കി നമുക്ക് സേഫ് ആയിട്ട് തന്നെ ആ ടവറിന് ഒരു ബാധ്യതയില്ലാതെ, ഒരു അഫക്റ്റ് ആകാത്ത രീതിയിൽ തന്നെ ഡെമോളിഷൻ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി നമ്മുടെ അടുത്ത് ഉണ്ട്. ജനം, കൊച്ചി.